അതെന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഈ പാല് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു നോസിയ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താണ്? ശരിക്കും ഇത് ഇവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ മരിക്കുന്നിടം വരെ പാല് കുടിക്കുന്ന ജീവി. വേറെ ഒരു ജീവികളും ഇങ്ങനെ പാല് കുടിക്കത്തില്ല. ആകെ 2-3 കൊല്ലത്തെ പരിപാടി കണ്ട് തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ക്ടാവൊക്കെ പോയിട്ട് പശുവിൻ്റെ ഇത് തൊഴിച്ച് കുടിക്കും. അതെ അതെ അതെ. ഒരു പരിധി കൂടുതൽ നീ വേണേ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുള്ളൂ. പക്ഷേ പാലൊരു നല്ല ഭക്ഷണമാണെന്നുള്ളത് അവതരിപ്പിച്ചത് കൊണ്ട്, നല്ല സമ്പൂർണ്ണ ആഹാരമെന്ന് അവതരിപ്പിച്ചത് കൊണ്ട് എന്നാ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പാല് കുടിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതൊരു അതിനകത്ത് പോഷകമൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും കുടലിന് ഇത് വേണ്ട, അത് പറ്റത്തില്ല. അപ്പം ചില ആളുകളിൽ മാത്രമേ ഇത് ആയുഷ്കാലം മുഴുവനും അവരുടെ ആ ഒരു എൻസൈം പ്രവർത്തിക്കത്തുള്ളൂ, അങ്ങനെ ഒരു മെക്കാനിസം നടക്കത്തുള്ളൂ. ഭൂരിഭാഗം ആൾക്കാരിൽ അത് നടക്കത്തില്ല. അത് നടക്കാതിരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ എന്നിട്ടും അറിയാതെ വീണ്ടും വീണ്ടും കുടിക്കുന്നവർക്കാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് ഇഷ്യൂസ് വരുന്നു, താരനുണ്ടാകുന്നു, കീഴ്വായ പ്രശ്നങ്ങൾ, ഏമ്പൊക്കെ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പാല് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആ കുടലില്ലാത്തതാണ്. അത് നാച്ചുറലായിട്ട് ഇല്ലാത്തതാണ്, പൊതുവേ കുറഞ്ഞു വരുന്നതാണ്. പക്ഷേ അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. എന്നാലും അതിനെ നമുക്ക് നിർബന്ധിച്ച് ശരിയാക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു വ്യക്തിക്ക് പാൽ ആവശ്യമില്ല. തൈരോ മോരോ വെണ്ണ, തൈരാണെങ്കിൽ ഓക്കെ, ഓൾറെഡി ദഹിപ്പിച്ച സാധനമാണ്. ഈ ബാക്ടീരിയകളില്ലേ, നമ്മളിപ്പോൾ കഴിക്കാന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളാണ്, അത് ഓൾറെഡി അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ദഹിപ്പിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് കഴിച്ചാൽ ഓക്കെ, ഈസി ആയിട്ട് അബ്സോർപ്ഷൻ നടക്കും. പക്ഷെ പാല് ദഹിപ്പിക്കാൻ കപ്പാസിറ്റി ഈ കുടലിലില്ല എന്ന് മനസ്സിലായാൽ അത് പിന്നെ എടുക്കരുത്.